വ്രതവാഗ്ദാനത്തിനായി അണിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പ്രിയപ്പെട്ട ദൈവജനമേ, ഹൃദയസ്പർശിയായിട്ടുള്ളൊരു മഹാസംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ. ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള 9 യുവാക്കൾ തങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ലക്ഷ്യത്തോടുകൂടെ അവർ വ്രതവാഗ്ദാനം ചെയ്ത് അവരുടെ ജീവിതയാത്ര ആരംഭിക്കുകയാണ്. അതിന് മുന്നൊരുക്കമായി 1 വർഷം തങ്ങളെ തന്നെ അവർ പരീക്ഷിക്കുകയും അവർ വിവേകപൂർവം ഈ ജീവിതം തങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ ദാനമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വിശുദ്ധ യോസേപ്പിൻ്റെ തിരുനാളിൽ ഈ വ്രതവാഗ്ദാനം നടക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ആഘോഷപൂർവമായ മഹോത്സവം മാത്രമല്ല, വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ 3-ാമത്തെ ശതാബ്ദിയും തിരുസഭയുടെ മൗതിക മൽപ്പാൻ എന്ന് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചതിൻ്റെ 1-ാമത്തെ ശതാബ്ദിയും ആഘോഷിക്കുന്ന ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ തിരുക്കർമ്മത്തിൻ്റെ അർത്ഥമെന്തെന്ന് നമുക്ക് അല്പസമയം ധ്യാനിക്കാം. നിഷ്പാദക കർമ്മല സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 5-ാമത്തെ നമ്പറിൽ പറയുന്നത്, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്, മൗലിക അനുഭൂതി, ആ അനുഭൂതിയാണ് നിഷ്പാദക കർമ്മല സഭയുടെ ജീവിത ശൈലിയുടെയും സിദ്ധിയുടെയും ഉറവിടം. അപ്പോൾ ആ ഉറവിടത്തിൽ പങ്കുകൊണ്ട് തങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ, അതായത് നിഷ്പാദക കർമ്മലിത്ത സഭയുടെ സിദ്ധിയും അരൂപിയും എന്ന് പറയുന്നത് ഒരു മിസ്റ്റിക്കൽ ലൈഫിലേക്ക്, മൗലിക ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ക്ഷണമാണ്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മെ അവതരിപ്പിക്കുന്നത്. ഈ നിഷ്പാദക കർമ്മലിത്ത സഭയുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ അമ്മ ത്രേസ്യായോടൊപ്പം സഹകരിച്ച വലിയ മിസ്റ്റിക്കാണ് യോഹന്നാൻ ക്രൂസ്. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ യോസേപ്പ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് വിശേഷിപ്പിക്കാൻ തോന്നുന്നത് മിസ്റ്റിക്കുകളുടെ മിസ്റ്റിക് എന്നാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് പരിശുദ്ധ അമ്മയെയും ഉണ്ണി ഈശോയെയും ഈ ലോകത്തിൽ സംരക്ഷിക്കാൻ ദൈവം കണ്ടെത്തിയ ഏറ്റവും വിശിഷ്ടനായ വിശുദ്ധനായ വ്യക്തി. അദ്ദേഹം ഈശോയുടെ ഹൃദയത്തിൽ എല്ലാ മനുഷ്യരെക്കാളും അടുത്തിരിക്കുന്നു എന്നാണ് ഇന്ന് ഞങ്ങളുടെ പ്രഭാത പ്രാർത്ഥനയുടെ ഗീതത്തിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്താണ്? വിശുദ്ധവും നിർമ്മലവുമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. അപ്പോൾ മിസ്റ്റിക്കൽ ലൈഫ്, ഇന്നത്തെ ഈ തിരുക്കർമ്മത്തിൻ്റെ മുഴുവൻ പൊരുളും വളരെ വ്യാപ്തിയോടും സമഗ്രമായും 4 വായനകളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി. 1-ാമത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അബ്രാഹത്തിൻ്റെ ജീവിതം, ഇറങ്ങിപ്പുറപ്പെടൽ, കർത്താവിൻ്റെ ആഹ്വാനം, അവിടുന്ന് തെരഞ്ഞെടുത്തു, വിളിച്ചു, അത് ശ്രവിച്ചു. ആ ശ്രവണം വലിയ വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനവും പ്രവൃത്തിയുമായി എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം ഭവനം, മാതാപിതാക്കന്മാർ, ദേശം, സംസ്കാരം എല്ലാം ഉപേക്ഷിച്ച് അവൻ കാണിച്ചു തരാൻ പോകുന്ന ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു. 2-ാമത്തെ വായന ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, അവിടെയും ഊന്നൽ കൊടുക്കുന്ന എന്താണ്? ദൈവം തിരഞ്ഞെടുത്തു, വിളിച്ചു. അവൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. അവൻ്റെ അയോഗ്യത അവൻ പറയുന്നുണ്ട്, അയ്യോ ഞാൻ ബാലനാണ്, എനിക്ക് സംസാരശക്തിയില്ല. പക്ഷേ കർത്താവ് പറയുന്നു, എൻ്റെ വചനം നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. അപ്പോൾ അവൻ്റെ വചനത്തിൻ്റെ സ്പർശനം, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭൂതി എന്തിനാണ്? എല്ലാം ഇടിച്ചു തകർക്കാൻ. അതായത് ഈ ഭൗമിക ജീവിതവും നേട്ടങ്ങളും തരുന്ന എല്ലാം വിസ്മരിച്ചുകൊണ്ട്, എല്ലാം പുറന്തള്ളിക്കൊണ്ട് അവനിൽ മാത്രം കണ്ണും ഹൃദയവും നട്ടുകൊണ്ട് മുന്നോട്ടുള്ളൊരു വലിയ യാത്ര. അങ്ങനെയുള്ളൊരു യാത്രയ്ക്കാണ് ഈ സഹോദരന്മാർ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വ്രതമെടുക്കാൻ പോകുന്നതും ജീവിതം നയിക്കാൻ പോകുന്നതും. ഇനി അവിടെ നിങ്ങൾ ചോദിച്ചു, എന്താണ്
സഭയുടെ ദാരിദ്ര്യവും സമൂഹത്തിൻ്റെ കൂട്ടായ്മയും. ഈ ദാരിദ്ര്യവും കൂട്ടായ്മയും അത് രണ്ടുമാണ് മൂന്നാമത്തെ വായന അപ്പസ്തലന്മാരുടെ നടപടിയിൽ നമ്മൾ കണ്ടത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? സ്നേഹ അനുഭൂതിയാണ്. അതാണ് ഗോസ്പൽ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്. എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവവിളിയുടെ ഈ ആഹ്വാനത്തിൻ്റെ ഉറവിടം എന്താണ്? അവിടുത്തെ പിതാവിൻ്റെ സ്നേഹം പുത്രനിലൂടെ വെളിപ്പെടുത്തി ആത്മാവിനാൽ നയിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഗീതാ കോൺസക്രാത്തയിൽ ഏറ്റവും മനോഹരമായിട്ട് സന്യാസ ജീവിതത്തെ നിർവചിക്കുന്നത്. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് അരൂപിയാൽ നയിക്കപ്പെട്ട് കർത്താവിനെ നമ്മൾ അനുഗമിക്കുന്നു. എവിടേക്ക്? ഉയർന്ന മലയിലേക്ക് എന്ന് പറഞ്ഞാൽ പ്രണിധാന അനുഭൂതിയിലേക്ക്. അവിടെ അവനെ അനുഭവിച്ച് താഴ്വരയിലേക്ക് യാത്ര ചെയ്യുന്നു. ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നു. ആ താഴ്വരയിൽ നിന്ന് പിന്നെ ഗാഗുൽത്തായിലേക്കാണ്. അവിടെ നിന്നാണ് സ്വർഗീയ ജെറൂസലേമിലേക്ക്. എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ മുഴുവൻ സത്തയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിതാവിൻ്റെ സ്നേഹം, ഈശോയുടെ സ്നേഹം ആത്മാവിനാൽ നയിക്കപ്പെടുന്നു വചനത്താൽ. യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താ കാണുക? ഇതാ, മാതാവിനെ സ്വീകരിക്കാൻ സ്വപ്നത്തിലൂടെ കർത്താവ് വചനം നൽകുന്നു, സ്വീകരിക്കുന്നു. ബെത്ലഹേമിലേക്ക് പോകാൻ പറയുന്നു, പോകുന്നു. ഈജിപ്തിലേക്ക് കുഞ്ഞെ കൊണ്ട് ഓടാൻ പറയുന്നു, ഓടുന്നു. തിരിച്ചു വരാൻ പറയുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ പിതാവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന, വചനം അനുസരിക്കുന്ന, അവതീർണ വചനത്തെ കരങ്ങളിൽ എത്താൻ ഭാഗ്യം ലഭിച്ച ആ മഹായോഗി, മഹാമിസ്റ്റിക്. പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യം, കാരണം ഈ മിസ്റ്റിക് ആണെങ്കിൽ ദൈവത്തിൽ ഹൃദയം സമ്പൂർണ്ണമായി ലയിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമോ മാംസത്തിൻ്റെ ആവശ്യങ്ങളോ ദാഹങ്ങളോ ഒന്നിനും പ്രസക്തിയില്ല. കാരണം അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിക്ഷിപ്തമാണ്, ഈശോയുടെ ഹൃദയത്തിൽ നിർലീനമാണ്. അങ്ങനെയുള്ള ഒരു യോസേപ്പ് പിതാവ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ അമ്മ ത്രേസ്യായുടെ അനുഭൂതിയിലൂടെ ഈശോ നമുക്ക് വിശുദ്ധ യോസേപ്പ് പിതാവിനെ പ്രത്യേക സംരക്ഷകനായി നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദൈവവിളിയുടെ എല്ലാ ഘട്ടങ്ങളിലും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അനുക്രമമായിട്ടുള്ള വളർച്ചയിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അഭയം കണ്ടെത്താവുന്ന, മാധ്യസ്ഥ യാചിക്കാവുന്ന, കരങ്ങളിൽ പിടിക്കാവുന്ന, മുഖത്തേക്ക് നോക്കാവുന്ന സ്നേഹപിതാവാണ് യോസേപ്പ് പിതാവ്. ഇനി വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നാലോ, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സ്നേഹഗീതമാണ്. അത് തുടങ്ങുന്നത് എവിടെയാണ്? ദിവ്യമായ കാൽപ്പനിക അനുഭൂതി, സ്നേഹത്തിൽ, ഡിവൈൻ റൊമാൻസ്. അതിൻ്റെ ആ അനുഭൂതി ഇങ്ങനെ കയറി അനുഭൂതിയിലൂടെ കടന്നു പോകുന്നതാണ് കർമ്മലമല കയറ്റവും ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയും സ്നേഹഗീതവും സ്നേഹജ്വാലയും. ഒരു വ്യക്തിയുടെ, ഒരു ആത്മാവിൻ്റെ ആന്തരികമായ യാത്രയുടെ സമ്പൂർണമായിട്ടുള്ള നിർവചനം മാത്രമല്ല, വിവരണം. ഓരോ ഘട്ടത്തിലും നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തൻ്റെ അനുഭവത്തിലൂടെ, അനുഭൂതിയിലൂടെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹമാണ് അമ്മ ത്രേസ്യായോടൊപ്പം നമ്മുടെ വലിയ പ്രചോദകനും പിതാവും. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ നമ്മൾ അനുഗമിക്കുന്നു. നമ്മുടെ ഈ 3 വ്രതങ്ങൾ, ഇത് വാസ്തവത്തിൽ ഇതിനൊരു കർമ്മസഹ ഭാവങ്ങളുണ്ട്. കർമ്മിഷ്ഠ ഭാവമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഏറ്റവും തീക്ഷ്ണതയോടെ അത് ജീവിക്കുക എന്നത്. കർമ്മസഹഭാവം എന്താണ്? ഇതൊരു പ്രത്യാഘാതമാണ്. എന്തിൻ്റെ പ്രത്യാഘാതമാണ്? പിതാവിനാൽ ആകർഷിക്കപ്പെട്ടതിൻ്റെ പ്രത്യാഘാതം. ഒരു മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി ഈ അന്തരീക്ഷത്തിൻ്റെ, ആകാശത്തിൻ്റെ വിഹായസിലേക്ക് പറന്നുയരുമ്പോൾ അതിരുന്ന ആ മരച്ചില്ലയെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, പിതാവിനാൽ ആകർഷിക്കപ്പെടുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന അസ്തിത്വത്തിൻ്റെ ഈ പ്രതലം, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ, മാനുഷിക ഭാവങ്ങളുടെയും സമഗ്രമായ ആവശ്യങ്ങളെല്ലാം ത്യജിക്കുന്നു. അതിന് ഈ സമഗ്രമായിട്ടുള്ള 3 വ്രതങ്ങൾ, അതാണ് വാസ്തവത്തിൽ അനുസരണം, ദാരിദ്ര്യം, കന്യാവ്രതം.
അനുസരണം ദൈവവചനത്തെയാണ് അനുസരിക്കുന്നത്. ആ ആകർഷണം പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് വചനത്തിലൂടെയാണ് ആകർഷിക്കപ്പെട്ടത്. ഈശോ പറഞ്ഞില്ലേ, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുപ്പിൻ്റെ ആധാരം എന്താണ്? അവൻ്റെ സ്നേഹം. പിന്നെ നടക്കുന്നത് എന്താണ്? ഞാൻ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ അറിയിക്കുന്നു. ദിവ്യമായ രഹസ്യം. ആ രഹസ്യത്തിൻ്റെ സമ്പർക്കത്തെയൊക്കെ ആവിലായിൽ നമ്മുടെ അമ്മ നിർവചിക്കുന്നത് എങ്ങനെയാണ്? ഈശോയുമായിട്ടുള്ള ഗാഠമായ സൗഹൃദ ബന്ധം. അപ്പോൾ നമ്മൾ ഒറ്റപ്പെടുകയല്ല, ലോകത്തിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്നത് അവൻ്റെ സൗഹൃദത്തിൻ്റെ ആഴങ്ങളിൽ മുങ്ങിത്താഴാൻ വേണ്ടിയാണ്. അത് സ്നേഹത്തിൻ്റെ അനുഭൂതിയാണ്. അതിൻ്റെ വിശാലമായിട്ടുള്ള ഗാഠമായ അനുഭവമാണ് മലമുകളിലെ ആ ഭൗതിക അനുഭവത്തിൻ്റെ രൂപാന്തര ഐക്യം. യോഹന്നാൻ ക്രൂസിൻ്റെ സ്നേഹഗീതത്തിൻ്റെ ഓരോ ഘട്ടവും നമ്മൾ എടുത്തു നോക്കിയാൽ ആദ്യത്തെ 11 പദ്യങ്ങൾ ഈ പറയുന്ന ആ കർമ്മിഷ്ഠ യാത്രയാണ്. 12ാമത്തേത് ഒരു പാസീവ് കർമ്മസഹ അനുഭൂതിയിലേക്കുള്ള പ്രവേശനമാണ്. 12 മുതൽ 22 വരെയുള്ളത് ഐക്യ അനുഭൂതിയിലേക്ക്. അത് കഴിഞ്ഞാലോ 23 മുതൽ 40 വരെയുള്ള അദ്ദേഹം വിവരിക്കുന്നത് ട്രാൻസ്ഫോമിങ് യൂണിയൻ, അതായത് ദൈവ ഐക്യത്തിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ആ അനുഭൂതി. അത് കഴിഞ്ഞ് സ്നേഹജ്വാലയായിട്ട് മാറുവാണ്. അതാണ് സ്നേഹജ്വാല. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ പിതാവ് യോഹന്നാൻ ക്രൂസും നമ്മുടെ മാതാവ് ആവിലായിലെ അമ്മ തെരേസയും നമ്മുടെ ഈ വലിയ മിസ്റ്റിക്കൽ യാത്രയുടെ മനോഹരമായിട്ടുള്ള ചിത്രം നമുക്ക് വരച്ചു തരികയാണ്. നമ്മൾക്ക് വ്രതങ്ങൾ ഭാരമാകുന്നത് എപ്പോഴാണ്? സ്നേഹം കരിന്തിരി കത്തുമ്പോഴാണ്. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോട് സ്നേഹമില്ലാതെ വന്നാൽ നമ്മിലേക്ക് നമ്മൾ പിന്തിരിഞ്ഞ് ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളും ശരീരത്തിൻ്റെ തൃഷ്ണകളും നമ്മൾ അനുഗമിക്കുമ്പോൾ വ്രതങ്ങളെല്ലാം ഭാരമാകും. ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ അകപ്പെട്ട് ദാരിദ്ര്യവ്രതം നഷ്ടപ്പെട്ട് അതിനെ ഉപേക്ഷിച്ച് സമ്പത്തോ പേരോ പെരുമയോ ഒക്കെ വാരിക്കൂട്ടാനുള്ള പരിശ്രമം നടക്കും. അതുപോലെ തന്നെ അധികാരികളെ അനുസരിക്കാതെ, വചനത്തെ അനുസരിക്കാതെ തോന്നിവാസം ജീവിക്കുന്ന അവസ്ഥയിലേക്ക്, സ്വാർത്ഥതയിലേക്ക് കൂപ്പുകുത്തും. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയും നൈർമല്യവും നഷ്ടപ്പെട്ട് ഈ ശരീരത്തിൻ്റെയും മാംസത്തിൻ്റെയും ദാഹങ്ങൾ പിഞ്ചൊന്ന് നിരാശയുടെ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് ദാഹം ഒരിക്കലും മാറില്ലല്ലോ. കർത്താവ് തന്നെ സമരിയാക്കാരോട് പറഞ്ഞ എന്താണ്? ഈ വെള്ളം കുടിച്ചാൽ നിൻ്റെ ദാഹം മാറില്ല. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് നിൻ്റെ ഭർത്താവല്ല, ദാഹം മാറില്ല. അപ്പോൾ ശരിക്കും അവൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം, അവൻ്റെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ എല്ലാം അവൾ മറന്നു. കൊടവും കലവും എല്ലാം മറന്നിട്ട് അവൾ ഓടിപ്പോയി, ഞാനിതാ രക്ഷകനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രക്ഷകനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അതിനുള്ള ഒരുക്കമായിട്ടാണ് ഈ 3 വ്രതങ്ങൾ. അപ്പോൾ വ്രതങ്ങൾ മിസ്റ്റിക്കൽ ലൈഫിലേക്ക്, ഭൗതിക ജീവിതത്തിലേക്കുള്ള ആകർഷണത്തിൻ്റെയും ക്ഷണത്തിൻ്റെയും ഫലമായി നമ്മളതിന് ഉത്തരം കൊടുക്കുമ്പോൾ ഉള്ള വിടുതലാണ്. ഈ ലോകത്തിൽ നിന്നും മാംസത്തിൻ്റെ ദാഹത്തിൽ നിന്നുമൊക്കെ നമ്മെ ശരിക്കും വിടുതൽ നൽകുന്നു. സ്നേഹത്തിൻ്റെ കൂമ്പാരം, സ്നേഹത്തിൻ്റെ അനുഭൂതിയിൽ ലയിക്കാൻ നമ്മെ തന്നെ അർപ്പിക്കുന്നു. അങ്ങനെ സ്നേഹത്തിൽ കത്തി ജ്വലിച്ച് രൂപാന്തരപ്പെട്ട് ഈശോയുമായി ഒന്നായിത്തീരാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ കർത്താവ് വിശേഷവിധിയായിട്ട് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് വിളിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവൻ പറയുന്നത് എന്താണ്? ഞാനിനി നിങ്ങൾ ദാസരെന്ന് വിളിക്കില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിക്കുന്നു. കാരണം ഞാൻ നിങ്ങൾക്കായി എൻ്റെ ജീവൻ സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും പറയുവാണ്, സ്വന്തം ജീവൻ സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അവൻ്റെ തന്നെ സ്നേഹം, നമ്മളോടുള്ള സ്നേഹം ഊട്ടി ഉറപ്പിച്ച് പറയുകയാണ്. ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഞങ്ങളെ ഓർപ്പിപ്പിക്കുന്നു, ഈ വ്രതങ്ങളുടെ എല്ലാ ഭാരമല്ല നമ്മൾ വഹിക്കേണ്ടത്, അതിൻ്റെ ലഘുത്വം സ്നേഹത്തിലൂടെ. അവൻ്റെ സ്നേഹം അവൻ്റെ പാദാന്തികത്തിലിരുന്ന് പരിശുദ്ധ അമ്മയോടും യോസേപ്പ് പിതാവിനോടും നമ്മുടെ അമ്മയായ ആവിലായിലെ വിശുദ്ധ അമ്മ തെരേസയോടും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനോടും കർമ്മലയിലെ വിശുദ്ധരുടെ കൂട്ടായ്മയോടും ചേർന്ന് അനുഭവിച്ച് പരിശുദ്ധമായിട്ട് ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന
പ്രോവിൻസിൻ്റെ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന നിങ്ങളെ അനുഗമിക്കുന്നു. ഇത് കർമ്മലീത്ത സഭയെ സംബന്ധിച്ചും നമ്മുടെ പ്രവിശ്യയെ സംബന്ധിച്ചും ഭാരതത്തെ സംബന്ധിച്ചും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടെയും നിമിഷങ്ങളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നിങ്ങളെ അനുഗമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.